നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. ഇന്ന് കുറേ നേരത്തെ കേട്ടാ, ഒരു 3-3:30 ആയിട്ടുള്ളൂ. അപ്പോൾ പുലർച്ച അപ്പോൾ എണീറ്റിരിക്കുന്നതാണ്. എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ സുജമോളുടെ വീടിൻ്റെ മെയിൻ വാർക്കയാണെന്ന്. അപ്പോൾ അവർക്ക് നമ്മൾ പതിവ് പോലെ തന്നെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നില്ലല്ലോ. ഭക്ഷണമൊന്നും കൊടുക്കാണ്ടാണല്ലോ എല്ലാ ദിവസങ്ങളും നമ്മൾ ഭക്ഷണം കൊടുക്കാണ്ടാണ് അവരെ പണിയിപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇന്നത്തെ ഒരു ദിവസം ഒരു ഭക്ഷണം കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് നേരത്തെ എണീറ്റതാണ്. അപ്പോൾ മേടിച്ചൊക്കെ കൊടുത്താൽ ഒരു ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുക. അച്ഛൻ പറഞ്ഞു അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്കതൊരു തൃപ്തി കുറവ്. അപ്പോൾ നമ്മൾ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാം, അതാണ് നല്ലത്. ഒരു ദിവസവും നമ്മൾ കൊടുക്കണില്ല. അപ്പോൾ വല്ലപ്പോഴും വാർക്കകൾക്ക് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഭംഗിയിൽ കൊടുക്കണ്ടേ, ഒരു തൃപ്തിയിൽ കൊടുക്കണ്ടേ. അവർക്കും തൃപ്തിയാവണം, നമുക്കും തൃപ്തിയാവണം. അപ്പോൾ അതിൻ്റെ പുറപ്പാടിലാണ് നമ്മൾ. അപ്പോൾ നമുക്ക് ചോറും കറിയാണ്. ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് പോയാലോ. അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥന ഒക്കെ പോലെ തന്നെ വേഗം പണി നടക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഇന്ന് അതൊക്കെ കാണിച്ചു തരാം കേട്ടാ, പണിയുടെ കാര്യങ്ങളും മറ്റതൊക്കെ. പിന്നെ എനിക്ക് കടയിലേക്ക് പോകണം. നല്ല കടയിൽ ഇപ്പം ഇത്തിരി നല്ല തിരക്കുള്ള സമയമാണ്. അപ്പോൾ അത് പോകാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് നേരം വിളിക്കുമ്പോഴേക്കും എല്ലാ പണികളും കഴിയണം. അത് വിചാരിച്ചിട്ടാണ് ഇത്തിരി നേരത്തെ എണീറ്റിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നേരം വെളുത്തിട്ട് ചെയ്താലും മതി. ജോലിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഉച്ച ഒരു 10 മണിക്കാണ് അവർക്ക് കഞ്ഞി കൊടുക്കണം, ചോറും കൊടുക്കണം. അപ്പോൾ കാക്കകളൊക്കെ എണീറ്റ് തുടങ്ങി. അപ്പോൾ അവരവരുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചില്ല. അപ്പോൾ ഒരു എത്ര ആളാ, 18 ആളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു 2 നേരത്തിൽ കൂടി ഒരു 30-35-40 ആൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം. അതന്നെ. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. കഞ്ഞി കൊടുക്കണം, ചോറും കൊടുക്കണം, ഉച്ചക്കലത്തെ ചോറും കൊടുക്കണം. ഇതാണ് കാര്യം. പിന്നെ ഉച്ച തിരിയുമ്പോഴേക്കും ഒരു കഴിയായിരിക്കും. അപ്പോൾ കാപ്പിയുടെ പ്രശ്നം വരുന്നില്ല. കഞ്ഞിയും ചോറിൻ്റെയും പ്രശ്നമുള്ളൂ. അപ്പോൾ കഞ്ഞിയാണ് അവർക്ക് ഇഷ്ടം. അല്ലെങ്കിൽ നമ്മൾ ചായ ശരിയാക്കാമെന്ന് വിചാരിച്ചപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അതെ സൺസൈഡ് വാർക്കയ്ക്കും നമ്മൾ കഞ്ഞീനെ കൊടുത്തത്. അവൻ്റെ എൻജിനീയറോട് ചോദിച്ചപ്പോൾ എൻജിനീയറും നമ്മുടെ എന്താ പറയുക പണിക്കാരനും പിന്നെ കോൺട്രാക്ടറൊക്കെ ഒരാളാട്ടാ. അപ്പോൾ ബിജു എന്നാണ് പേര്. അപ്പോൾ ബിജുവിനോട് ചോദിച്ചപ്പോൾ ബിജു പറഞ്ഞു കഞ്ഞിയാണ് അവർക്ക് ഇഷ്ടം, കഞ്ഞി മതി ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കഞ്ഞിയാക്കി നമ്മൾ. കഞ്ഞിയല്ല ചോറ് എന്ന് പറയുന്നത്. നമ്മൾ ഈ 10 മണിക്ക് കഴിക്കുന്ന കാര്യത്തിന് തൃശ്ശൂരൊക്കെ കഞ്ഞി എന്ന് പറയും. അത് കാരണം ചോറാണ്. അപ്പോൾ അതിലേക്ക് ഉള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് ശരിയാക്കാം നമുക്ക്. അവൾ ചോറ് അടുപ്പത്താണ് നമ്മൾ ചോറ് വയ്ക്കാൻ പോണതേ. നമുക്ക് വിറക് ഇഷ്ടം പോലെ അവിടെ വേണ്ട, അട്ടി വെച്ച് നോക്കണ്. അപ്പോൾ അതുണ്ട്. അപ്പോൾ 2 അടുപ്പത്തും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. 2 അടുപ്പത്ത് വെക്കുന്നുണ്ടെങ്കിൽ 2 കലം വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരെണ്ണം തന്നെയാകുമ്പോൾ ഒരെണ്ണത്തിൽ തികയില്ല നമുക്ക്. അപ്പോൾ അത്ര വലിയ കലമില്ല നമ്മുടെ അല്ലേ. അപ്പോൾ അതേപോലത്തെ ഒരു കലാണ് ഉള്ളത്. അമ്മൂട്ടിയമ്മയുടെ അടുത്ത് ഉണ്ടാവും കേട്ടോ, നമ്മൾ മേടിക്കാത്ത കാരനാണ്. പണ്ട് ചോറ് വെച്ച് കൊടുന്ന കല. അപ്പോൾ വെട്ടുതുണികൾ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ വെട്ടുതുണികൾ അവിടെ നിന്ന് കൊണ്ടുവരുന്നത് ഇട്ടിട്ടാണ് നമ്മൾ തീ കത്തിക്കുന്നത്. നല്ല സുഖമായിട്ട് അത് കത്തിക്കാൻ പെട്ടെന്ന് കത്തിപ്പിടിക്കും. അതെ, നമ്മൾ ചിക്കൻ ഞാൻ ഇന്നലെ തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ പോയി ഒന്നും ഇത്ര വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളൊരു 2 കോഴീനെയാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ഒരു 5-6 കിലോ ഉണ്ട് അവിടുന്ന്. അത് മതിയാവും. ഒരു നേരത്തേക്കല്ലേ നമ്മൾ കൊടുക്കണുള്ളൂ. ഒരു നേരത്തേക്ക് നമ്മൾ പച്ചക്കറിയാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഇത്തിരി കഷ്ണം കൂടി ഇട്ടിട്ട് അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ചിക്കൻ നല്ല ടോപ്പ് വില കേട്ടോ. അപ്പോൾ 160 രൂപയാണ് ഞങ്ങളുടെ അവിടെ ഇപ്പോൾ ഇന്നത്തെ വില. ഇന്നലെ ഞാൻ വാങ്ങിക്കാൻ പോയപ്പോഴുള്ള വില. അപ്പോൾ ഇന്നാളത്തെ വീഡിയോയിൽ പലരും പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ വെള്ളത്തിൽ കൊണ്ടിട്ടപ്പോൾ കുറേ നേരം പുറത്തെടുത്ത് വെച്ചിട്ട് വേണം വെള്ളത്തിലിടാൻ. അപ്പോൾ ഞാൻ അത് പുറത്തെടുത്ത് വയ്ക്കുകയാണ്.
അപ്പോൾ എനിക്കത് അങ്ങനെ അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ എനിക്കറിയില്ല, എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊന്നും. അപ്പോൾ അത് അറിയണവർ പറയുന്നത് എന്തായാലും കേൾക്കണമല്ലോ. അപ്പോൾ അത് എന്തായാലും നമുക്ക് കൂടി ഇരിക്കട്ടെ, ഒരു കുറച്ച് നേരം അത് പുറത്തിരിക്കട്ടെ. അതേ ഈ ബംഗാളീസായ കാരണേ വേറെ ഇറച്ചിയൊന്നും മേടിച്ചില്ല, നമ്മളറിയാം പോത്ത് വാങ്ങിക്കായിരുന്നു. പക്ഷെ അത് കഴിക്കുമോ കഴിക്കില്ലേ, എല്ലാവരും ബംഗാളികളല്ല ഇപ്പം എല്ലാ ആൾക്കാരും ചില വീടുകളിലും ഇപ്പോൾ ഇവിടെ അപ്പോൾ ചില വീടുകളിലൊന്നും ആൾക്കാരൊന്നും ഇവിടെയും പോത്ത് കഴിക്കൽ കുറവാണ്. കാരണം അമ്പലങ്ങളും അതും ഇതൊക്കെ ഏതോ ഒരു ഞങ്ങൾക്കില്ല കേട്ടോ, അങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിലുള്ളവർക്കൊക്കെ ഇത് കുറവാണ്. പക്ഷെ ഇവിടെ വാങ്ങിക്കാറുണ്ട്, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാലോ. നമ്മൾ പോത്തൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു കാലഘട്ടത്തിലാണ് അത് വന്നത്, പോത്ത് കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു ഇതൊക്കെ വന്നത്. നമ്മളതിനൊന്നും അതൊന്നും നോക്കിയിട്ടൊന്നുമില്ല. ഇത്രയും കാലം കഴിച്ചിരുന്നതല്ലേ, പച്ചൻ പറയും അതൊന്നും കുഴപ്പമില്ല, ഇത്രയും കാലം കഴിച്ചിരുന്നതല്ലേ, നമ്മൾക്കിപ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഓരോ വിശ്വാസങ്ങളല്ലേ ഓരോരുത്തർക്ക്, ആ വിശ്വാസങ്ങളൊക്കെ നല്ലതാണ്. നമ്മൾ വിശ്വാസം ഇല്ലാണ്ടല്ല കേട്ടാ, വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ വിശ്വസിച്ചിട്ടില്ല, നമ്മളത് കഴിച്ചു പോരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് എപ്പോഴെങ്കിലും അത് തോന്നാണ്, അയ്യോ പോത്തേക്ക് നിർത്താം, നമുക്ക് വേണ്ടാന്ന് തോന്നിയിട്ടില്ല ഇതുവരെ. തോന്നായി നമ്മളപ്പോൾ നിർത്തുന്നത്. അപ്പോൾ അതങ്ങനെ എടുക്കാം മോനെ. ആ പച്ചക്കറികളൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ എന്തൊരു ഉപ്പേരിയാണ് മുന്നേ, ക്യാബേജും ക്യാരറ്റും തോരനാടുന്നേ. ഈ പ്രാവശ്യം അത് വേണ്ടാന്ന് വെച്ചു, പയറും കായാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ പയർ നമ്മുടെ കടയിൽ ഇത്തിരി തിരക്കാണ് ഇപ്പോഴേ. അപ്പോൾ അത് ഇത്തിരി ഇതായിട്ടുള്ള പയറാണ് നമുക്ക് കിട്ടിയത്, അത്ര ഫ്രഷ് ആയിട്ട് കിട്ടിയില്ലേ നമുക്ക്. അപ്പോൾ ഞാൻ ഉള്ള പയറെടുത്തിട്ട് പോകുന്നു. അപ്പോൾ ഫ്രഷ് ആയിട്ട് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ബിന്ദു എൻ്റെ മോള് പറഞ്ഞു ഇത് കുഴപ്പമില്ല അമ്മ, നാളേക്ക് അത്ര ഇതൊന്നും ആവില്ല, എടുത്തമ്മ എന്ന് പറഞ്ഞു. നമ്മളപ്പോൾ അതിന് ഒരിത്തിരി രണ്ടാം തരമാണ്, അതങ്ങോട്ട് എടുത്തു. അപ്പോൾ അതിലിത്തിരി കായിട്ട് വയ്ക്കാൻ ചോദിച്ചു. അപ്പോൾ മോളത് അരിയ. അപ്പോൾ ഞാൻ കട്ടൻ എടുത്തൊന്ന് കുടിക്കട്ടെ. ഞാൻ സാധാരണ കാലത്ത് അങ്ങനെ കാപ്പി ഇത്തിരി കുടിക്കലൊക്കെ ഇഷ്ടമായിട്ട് എനിക്ക്, നല്ല ഇഷ്ടം. എനിക്ക് നല്ല ചൂട്ടോടെ അങ്ങനെ ഇരുന്ന് പതുക്കെ ഇങ്ങനെ ഇരുന്ന് കുടിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അതിനൊന്നും സമയമില്ലാത്ത കാരണം കുടിപ്പോൾ കുറവാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കുറേ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഇന്നും റസ്ക് തിന്നരുതെന്ന്. കാലത്ത് കടയിൽ പോയാൽ 2 റസ്ക്കും ഒരു അര ഗ്ലാസ് കാപ്പിയാണ് കുടിക്കാറുണ്ടായിരുന്നത്. എന്നിട്ടാണ് പിന്നെ പണി തുടങ്ങാറുന്നത്. ഇപ്പോൾ പക്ഷേ ഞാനത് നിർത്തി, റസ്ക് തീറ്റ അങ്ങോട്ട് നിർത്തി ഞാൻ. ഇപ്പോൾ റസ്ക് തിന്നിട്ട് എത്രയോ 2 മാസം 3 മാസം കഴിഞ്ഞാൽ റസ്ക് കഴിക്കാറില്ല. അതെനിക്ക് അതിനോട് പല ചേച്ചിമാരൊക്കെ പറഞ്ഞു, ആ റസ്ക് ഒന്നും കഴിക്കില്ല കേട്ടാ, അതത്ര നല്ലതല്ല. ഒരു ഭയങ്കര ഡിസ്റ്റർബൻസാണ്. കാക്കോള് പരാക്രമം അടിച്ചു. ഇവിടെ ഭയങ്കര കാക്ക ശരിയാട്ടാ. നമ്മുടെ അവിടെ ഒരു കയ്യാലപ്പറമ്പുണ്ടേ, അതിൻ്റെ ഉള്ളിൽ തേക്കാണ് നിറയെ. കയ്യാലപ്പറമ്പെന്നൊക്കെ പറയുന്നുണ്ട്. പണ്ടെന്തോ പണികളൊക്കെ നടന്നിരുന്ന പറമ്പാന്ന് തോന്നുന്നുണ്ട്. അതിപ്പോഴും കയ്യാലപ്പറമ്പ് എന്നാണ് പറയുക. അപ്പോൾ അതൊരു ഉണ്ണിമാഷയായിരുന്നു. ഇപ്പൊന്നും അവരൊന്നും ഇല്ല കേട്ടോ, അവരൊക്കെ വിറ്റിപ്പോൾ വേറെ അത് കുണ്ടൂപ്പറമ്പെന്ന് പറയുന്ന ആ ഒരു ചേട്ടൻ മേടിച്ചു. പിന്നെ ഇപ്പോൾ അതിൽ പൈപ്പ് കമ്പനിയൊക്കെയാണ്, പൈപ്പൊക്കെ ഉണ്ടാക്കണം, നമ്മുടെ PVC പൈപ്പൊക്കെ പോലെ ഉണ്ടാക്കണ കമ്പനി. അതിൽ നിറയെ തേക്ക. ആ തേക്കിൻ്റെ മുകളിൽ നിറച്ച് കാക്കകളാണ്. അപ്പോൾ തേക്ക ഉണ്ടാ വെട്ടിയവർ മുഴുവൻ തേക്കും വെട്ടിയപ്പോൾ. തേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൊമ്പുകളൊക്കെ വെട്ടി അതിൻ്റെ കുറ്റി മാത്രമാക്കി നിർത്തും. അപ്പോൾ കാക്കകൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലല്ലോ. അപ്പോൾ ഒറ്റുങ്ങൾ ഇവിടെ എല്ലാ വീടുകളിലൊക്കെ പ്ലാവും മാവുമ്മലൊക്കെ വന്നിരിക്കുക. പാവങ്ങൾക്ക് ഇരിക്കാൻ ഒരു സ്ഥലമില്ലാണ്ടേ അവിടെ ആകുമ്പോൾ ആർക്കും വലിയ. എന്നിട്ടിങ്ങനെ കാഷ്ട നിറയെ ഇങ്ങനെ, അയ്യോ അവിടെ റോട്ടിലൊന്നും നടക്കാൻ പറ്റില്ല. ഒരു മഴ പെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാട്ടങ്ങൾ അങ്ങോട്ട് മണത്തിട്ടും ഇതും ആവശ്യങ്ങളെയും പറഞ്ഞിട്ട് കാര്യമില്ല. ലൈൻ കമ്പിയുമ്പോൾ നേരെ അങ്ങോട്ട് ഇരിക്കുന്നിട്ട് റോട്ടിൽ നിറച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ചാണം ഇടില്ലേ പശുക്കളൊക്കെ. ഒരു മഴ പെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് കുതിർന്ന് അങ്ങനെ അങ്ങോട്ട് വേലികളും ഒക്കെ ആൾക്കാരെങ്ങനെ മുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി പിന്നെ കുളിക്കാണ്ട് എവിടേക്കും പോകാൻ പറ്റില്ല. അങ്ങനെയാണ്. അതാണ് ഇത്രയും കാക്കയുടെ ശല്യം ഇവിടെ. ചില സ്ഥലത്തൊന്നും കാക്കകളൊന്നും അധികം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഭയങ്കര എന്ത് വെച്ചാലും കാക്കകൾ അപ്പം എടുത്തിട്ട് പോകും. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ അന്യദേശങ്ങളിലേക്ക് ഭക്ഷണത്തിനുള്ള തിരക്കിൽ ഓടവരിപ്പോൾ നേരത്തെ പോകുന്നുണ്ടേ, അതിൻ്റെ തിരക്കപ്പോൾ. അപ്പോൾ ഈ പയറും കായുപ്പേരി വയ്ക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ഞാൻ മോള് പയർ അവിടെ അരിയുണ്ട്.
ഇത്ര അരിഞ്ഞ് നോക്കിട്ട മോനെ എന്തോരം വേണമെന്ന് അറിയില്ല നമുക്ക്. അപ്പം അതിനനുസരിച്ച് എടുക്കാം. പിന്നെ ഞാൻ വെള്ളരിക്ക കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ 2-3 കായ ഇട്ടിട്ടേ മോര് കറി തന്നെ വെക്കാം. മോര് കറി വയ്ക്കാമെന്ന് വെച്ചിട്ടാണ്. സാമ്പാറല്ലേ കഴിഞ്ഞ പ്രാവശ്യം സാമ്പാറാണ് ചാർന്ന് വെച്ചത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചൊരു മോരായിക്കോട്ടെ, മോര് കൂട്ടാനായിക്കോട്ടെ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല. എന്നാലും നമുക്ക് ഒരു ഐഡിയ പോലെ അങ്ങ് വെക്കാം. ഒരു കറി ഇഷ്ടമായില്ലെങ്കിൽ വേറൊരു കറി കൂട്ടി കഴിക്കട്ടെ അവർ. പിന്നെ നമ്മുടെ അച്ചാറും ഒക്കെ വേഗം വേഗം ചെയ്യണം. അച്ഛനിന്ന് വാർക്കയിൽ നിൽക്കാനാണ് ഇഷ്ടം. പക്ഷേ ബിജുവിൻ്റെ കയ്യിൽ നമ്മൾ കൊടുത്ത കാരണേ നമ്മളുടെ ഒരാളവിടെ വേണമെന്നൊന്നുമില്ല. ബിജു തന്നെ അതിൻ്റെ മേൽനോട്ടമൊക്കെ കൃത്യമായിട്ട് നോക്കും. അത് കാരണം എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ബിജു ചെയ്യണ കാരണം നമ്മൾ നിന്നില്ലെങ്കിലും കുഴപ്പമില്ലാന്ന്. അപ്പം അച്ഛൻ്റെ പണി നിന്ന് ഒരാൾ പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാത്. അപ്പം അച്ഛൻ അത് കാരണം ഇന്ന് മനസ്സോടെ അച്ഛൻ്റെ പണിസ്ഥലത്തേക്ക് തന്നെ പോവാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇന്ന് ആള് നിന്നിട്ടേലേ മോളുടെ അവിടെ പണികൾക്ക് ഒന്നിനും വേണ്ടി നിൽക്കേണ്ടി വന്നിട്ടില്ല, നിന്നിട്ടില്ല. അല്ലെങ്കിൽ ആളെ അതിൻ്റെ കൂടെ ഇങ്ങനെ അന്ന് പണി തുടങ്ങി അന്ന് തൊട്ട് അച്ഛനും നല്ല തിരക്കാണ് പണിക്ക്. അപ്പോൾ മുടക്കുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് അവിടെ നിന്ന് ചെന്ന് നിൽക്കാൻ നല്ല ഇഷ്ടമാണ്. ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആ പണി അറിയണതുമാണല്ലോ. അപ്പോൾ നിൽക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇന്നാൾ കാലത്ത് തന്നെ പോകും വഴിക്ക് അച്ഛൻ പണിക്ക് പോകണ വഴിക്ക് തന്നെ നമ്മളുടെ ഒരു 2 വീലറാണല്ലോ, 2 വീലർക്കാരാണല്ലോ. അപ്പോൾ കാറൊന്നും ഇല്ലാത്ത വല്ല ഓട്ടോറിക്ഷയും കാറ്. പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് എത്ര കാശ് വരും അവിടേക്ക്? 400-450 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. നമ്മൾ ഓട്ടോറിക്ഷയിലൊന്നും പോകാറില്ല കേട്ടാ. നമ്മളൊക്കെ ഈ അച്ഛൻ്റെ ഗാഡിമയാണ് നമ്മൾ അച്ഛനും അമ്മയും പോവുക. പിന്നെ ബസ്സിന് പോവുക അല്ലെങ്കിൽ. അപ്പോൾ നമുക്കറിയില്ല അതിൻ്റെ പൈസ എത്രയാണ്. ഓട്ടോറിക്ഷയൊക്കെ ചാർജുകളൊന്നും എനിക്ക് എവിടേക്കും അറിയില്ല. ഒക്കെ നടന്നിട്ട് തന്നെയാണ് ഞാൻ പോവാ. അല്ലെങ്കിൽ അച്ഛൻ കൊണ്ടുവന്നാക്കി തരുന്നത് തന്നെ. ഞാൻ കപ്പളയ്ക്ക് തന്നെ എത്രയോ വയ്യാണ്ട് വരുന്ന ദിവസങ്ങളിൽ പോലും വല്ലതും ഞാത്തി പിടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓട്ടോറിക്ഷയ്ക്ക് വരാൻ അങ്ങനെ നിർബന്ധം ഇല്ല. ഞാൻ നടക്കന്നെ ചെയ്യാം. അപ്പം അവിടെ വരുമ്പോഴേക്കും ആൾക്കാരൊക്കെ ചോദിക്കും, ഒരു ഓട്ടോറിക്ഷയുടെ വിളിച്ചുകൂടെ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും വേണ്ട, നടക്കുന്നത് എക്സസൈസാന്ന് പറഞ്ഞത് അങ്ങോട്ട് നടക്കും. പക്ഷെ വെയിലത്ത് നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാട്ടാ. കാലത്തും വൈകുന്നേരം നടക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഈ ഉച്ച നേരത്ത് നടക്കുമ്പോൾ ഇപ്പോൾ വയസ്സൊക്കെ ആയില്ലേ, അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാലും ഇവിടെ നടക്കുമ്പോൾ നമ്മുടെ അവിടേക്ക് കപ്പയിളക്കുന്ന 30 രൂപ കൊടുത്താൽ മതിയിട്ടാ. മിനിമം 30 തോന്നുന്നുണ്ട് ഓട്ടോറിക്ഷ. ഞാൻ വല്ല കാലത്ത് ഇന്നാൾ ഉണ്ണിമോള് കൂടി വന്നപ്പോൾ ഉണ്ണിമോളെയും കൊണ്ട് നടത്തണ്ടെന്ന് വിചാരിച്ചു വെയിലത്ത്. അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷയിൽ പോന്നു. അപ്പോൾ ആണ് 30 രൂപ കൊടുത്തത്. അങ്ങനെ എന്നും നമ്മൾ വരുമ്പോൾ ഓട്ടോറിക്ഷയിൽ വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാവലിംഗ് ചാർജ് തന്നെ വലിയ ഒരു എമൗണ്ട് വരില്ലേ. അപ്പോൾ അത് കാരണം നമ്മളത് ഒഴിവാക്കി നടക്കും. അപ്പോൾ ഞാൻ മോളവിടെ ഇരുന്ന് അത് നന്നാക്കട്ടെ, ഞാൻ മോര് കൂട്ടാനുള്ളത് ശരിയാക്കട്ടെ. വർത്താനം പറഞ്ഞിരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈമൊക്കെ പോയി നമുക്ക് ഒന്നുമില്ല. അപ്പോൾ പടപടാന്ന് ചെയ്യൂട്ടെ ഇനി ഞാൻ. അപ്പോൾ അധികം കറികളും കൂട്ടുകളൊന്നും നമുക്ക് പറയണ്ട, നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇറച്ചി ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഉണ്ണിയെ. അപ്പോൾ ഞാനത് വെള്ളത്തിലിട്ട നേരത്തെ പോണ ആളെ വെള്ളരിക്ക ഈ കൊല്ലം വിഷുവിൻ്റെ വെള്ളരി ഇഷ്ടം പോലെ കേട്ടാ ഇറങ്ങി വെക്കണം. എൻ്റെ ഭാഗ്യം പറഞ്ഞിട്ടു നമ്മൾ എടുക്കുന്നതിനെക്കാട്ടിലും വില കുറഞ്ഞ് ഓരോ ദിവസത്തേക്ക് വരുന്നമാണ്. നമ്മൾ തലേദിവസം എടുത്താൽ പിറ്റേ ദിവസത്തേക്ക് വില കൂടുന്ന വിചാരിച്ചിട്ടാണ് നമ്മൾ എടുക്കുക. ബിസിനസ് അല്ലേ. അപ്പോൾ അതിനേക്കാളും വില കുറയുക ചെയ്യണം. മാർക്കറ്റ് നിലവാരമാണേ. മാർക്കറ്റിൽ വരുന്നതിനനുസരിച്ചാണ് സാധനം നിലവാരം വരിക. അപ്പോൾ അതിലും വിട്ട് നമ്മൾ കൂടുതൽ വില എടുത്തതാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നാടനാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് നാടനാന്ന് പറഞ്ഞ് ഇത്തിരി കൂട്ടി വിൽക്കാം. ചിലർ മേടിക്കും, ചിലർ മേടിക്കാണ്ട് പോവും. അപ്പോൾ ഈ കായയുടെ കൂടെ ഇത്തിരി വെള്ളരിക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെള്ളരിക്ക ഒരു കഷ്ണം. മോള് പറഞ്ഞു, മാളുവേ ഞാൻ വെച്ച് കൊണ്ടുവരാൻ പറ്റാതെന്ന്. പക്ഷെ ഇക്കണ്ട ആൾക്കാർക്ക് അവിടെ നിന്ന് വെച്ച് അവർക്ക് കൊണ്ടുവരാനൊക്കെ സൗകര്യമാണ്. കാറുള്ള കാരണം ഭാഗ്യം കൊണ്ടുവരും. പക്ഷെ എൻ്റെ എനിക്ക് അങ്ങോട്ട് പോകാനും സമയമില്ല, ശുചിമോൾക്കും പോകാൻ സമയമില്ല. അപ്പോൾ വേണ്ട, അമ്മ വയ്ക്കുന്നതിനും കൂടി ഒരു സമാധാനം ഉണ്ടാവുക.
കാരണം ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടേ. എൻ്റെ മോനെ അത് നീക്കിയിട്ട് അടുപ്പ് ആവശ്യമില്ല കേട്ടാ. അപ്പം നമ്മുടെ കാപ്പി ചൂടാറിയില്ല മോളോ, കഴിക്കി. ഇതാകുമ്പോഴേ പെട്ടെന്ന് ചടപടാവും. അപ്പോൾ നമ്മുടെ അടുപ്പത്ത് ഞാൻ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മഞ്ഞപ്പൊടി, കുരുമുളക് ഇട്ടിട്ടേ ഉപ്പ്, പിന്നെ നമ്മുടെ നാടൻ മുളക്, വേപ്പിൻ്റെ അരിയും, ഒരു തുണ്ട് കായം, ഇത്തിരി കായിടും. അത് പൊടി ഇല്ല ഇവിടെ, പൊടി തീർന്നിരിക്കുക. അപ്പോൾ കായത്തിൻ്റെ കട്ടയാണ്. ഇതിലാകുമ്പോൾ ഒരു തുണ്ട് വെള്ളം അധികം വയ്ക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതാവും. അപ്പോൾ അത് അവിടെ ഇരുന്നാവട്ടെ. അപ്പോഴേക്കും ഞാൻ തേങ്ങ ചിരകി എടുക്കട്ടെ. ഓരോന്നോരോന്ന് അങ്ങോട്ട് അടുപ്പിച്ചാലാ എനിക്ക് അങ്ങോട്ട് ശരിയാവുള്ളൂ. ഒക്കെ കൂടി അങ്ങോട്ട് എടുക്കുമ്പോൾ എനിക്ക് വരാത്ത ഇതാവും. പല സാധനങ്ങളും ഇടാൻ മറക്കോപ്പോ. നല്ല ചൂടെടുക്കിട്ടാ. അപ്പോഴേ നാളികേരൊക്കെ ചിരകിതേ ഞാൻ അരയ്ക്കാൻ പോവാട്ടാ. അപ്പോൾ ജീരകത്തിൻ്റെ പൊടിയിട്ട് നമുക്ക്, അത് കാരണം പിന്നെ ജീരകം ഇട്ടിട്ടില്ല ഇതിൽ അരക്കിനേല്. അപ്പോൾ പച്ചമുളക് കൂടെ വേണം, നാടൻ മുളക്. എന്നാലും എൻ്റെ മോൻ വീട്ടിൽ നിന്ന് പൊട്ടിച്ചു കൊടുന്നപ്പോൾ അതിൽ നിന്ന് ഒരു 5-6 ഞാൻ എടുത്തതാട്ടാ. നല്ല വിലയപ്പോൾ നാടൻ മുളക് കിട്ടാൻ തന്നെ ഇപ്പോൾ ഭയങ്കര ഇതായിട്ടേ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. മോളിത് അവിടെ പയറരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തേങ്ങയൊക്കെ അരച്ചെടുക്കുമ്പോൾ ഇപ്പം ഇവിടെ കഷ്ണമൊക്കെ നന്നായി വെന്ത് വന്നു. അര വരിക്ക് അത് ചേർത്ത് കൊടുക്കാം. തൈര് അവിടെ ഇരിക്കുമ്പോൾ അതുകൊണ്ട് എടുത്തോ, പാത്രത്തിലാക്കി. അപ്പം അതൊന്ന് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തൈര് ഞാൻ അടിച്ചൊന്നുമില്ല, നല്ല കരിയൊന്നും ഇല്ലാത്ത തൈരാണ്. ഒരിത്തിരി ചാറാക്കാം. അങ്ങനെ അങ്ങോട്ട് കട്ടയാക്കണില്ലേ നമ്മൾ, അവർക്ക് ഒഴിച്ച് കൂട്ടാൻ വേണ്ടേ. നമ്മൾ ചിക്കൻ നല്ല ഡ്രൈ ആയിട്ട് എടുക്കാൻ ചുരുങ്ങിയ ഒരു നമ്മൾ നേരത്തെയാണ് ഇപ്പോൾ വെക്കുന്നതേ. അപ്പോൾ നേരം വൈകിട്ടാണ് കഴിക്കുക. അപ്പോൾ എനിക്കൊരു ഈ ചൂടിൻ്റെ ഒരു വിശ്വാസക്കുറവുണ്ട്. ചാറൊക്കെ ആക്കി വെച്ചാൽ കേട് വരുമോന്ന്. ചിക്കനിൽ ചാറ് കൂടി കഴിഞ്ഞാലേ ഇനി കേടാവോ ചിക്കനാവോ എന്നൊരു പേടിയാണ്. അപ്പോൾ ജീരകത്തിൻ്റെ പൊടി ഞാൻ പെട്ടെന്ന് മറന്നുപോയി ഇടാനായിട്ട്. അപ്പോൾ ഒത്തിരി ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം. പലയിടത്തും പല രീതിയിലാട്ടാ കറികളൊക്കെ വയ്ക്കുന്നത്. നമ്മളിതൊക്കെ ഇട്ടിട്ടാണ് വയ്ക്കുക. എൻ്റെ അമ്മ ഇതൊക്കെ ഇട്ടിട്ടാണ് എനിക്ക് കാണിച്ചു തരാം. എൻ്റെ മോള് പറയണ പോലെ തന്നെ എൻ്റെ അമ്മ കാണിച്ചു തന്നിട്ടുള്ളത് ഇങ്ങനെയൊക്കെയാണ് പറയാറില്ലേ. തലമുറകളുടെ പാരമ്പര്യം. അപ്പോഴേ പയറും കായൊക്കെ അവിടെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അടുത്തത് അതാണ്. അപ്പോൾ ഇതൊന്നും അവിടെ കാച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത് നമുക്ക് ഇത്ര മതി വറ്റിയതേ. അതിനെ ശുദ്ധമായ വെളിച്ചെണ്ണ കേട്ടോ, നമുക്ക് കാട്ടിയെടുത്തതാണേ. അപ്പം നമ്മുടെ കടുകും മുളകൊക്കെ ഇട്ട് കൊടുത്ത് മോര് കൂട്ടാനിൽ മുളക് പൊട്ടിച്ചിടാന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ ഈ മുളക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ. നമ്മുടെ മോര് കൂട്ടാൻ റെഡി ആയിട്ടാ. അപ്പം നമ്മളെ അടുത്ത കൂട്ടാനിലേക്ക് ഉള്ളി, വെളുത്തുള്ളി അതൊക്കെ നന്നാക്കാം. നമ്മൾ എന്നാൽ ചോപ്പറിലിട്ട് അടിക്കുക, അടിച്ചിട്ട് ഇടാൻ വെച്ചിട്ട്. കാപ്പി എനിക്ക് തന്നോട്ടെ കേട്ടാ, കാപ്പി എനിക്ക് വേണം. അപ്പം നമ്മൾ അടുത്ത ചീഞ്ചട്ടി കഴിക്കില്ല. ഇത്തിരി കൊള്ളാവോ ഉള്ളി ഉണ്ട് അതിൽ. പക്ഷേ നമ്മൾക്ക് ചിക്കൻ വെക്കേണ്ട കാരണേ പകർത്തണ്ടേ, ആ ഒരു ബുദ്ധിമുട്ടാലോചിച്ചിട്ട് നമ്മൾ ഇത് വെച്ച് നോക്കുന്നു.
കുറച്ച് ചതച്ച പൊടി, കുറച്ച് നല്ല നൈസ് പൊടിയാണ് കേട്ടോ നമ്മൾ ഇടുന്നത്. ആവി കയറുമ്പോഴേ ഇളക്കാൻ നമുക്ക് സൗകര്യം ഉണ്ടാവും. നമ്മളിവിടെ തൃശ്ശൂർക്കാർ ഉപ്പേരി നന്നായി കഴിക്കുന്നവരാണ്. അതാണ് കേട്ടോ അത്ര ഉപ്പേരിയൊക്കെ നമുക്ക് മൂടി ഇഷ്ടം. അപ്പം നമ്മുടെ ഉപ്പേരി എന്തായാലും ഒന്ന് ഇറക്കി നോക്കാൻ പറ്റും. ഉപ്പേരി ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഉപ്പേരി റെഡി ആയി കഴിഞ്ഞു. പിന്നെ ദേ അടുത്തതിനുള്ള ഉരുളി നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം ഒരുമിച്ച് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇട്ടിട്ടുണ്ടായി. വേപ്പില ഉണ്ടായില്ല, വേപ്പില ഇടാം. പിന്നെ അപ്പം തന്നെ സവോള നല്ലോണം മൊരിയിക്കുക. നമുക്ക് എന്താണെന്ന് വെച്ചാലേ സവോള മുരിഞ്ഞ് കഴിഞ്ഞാൽ കേട് പെട്ടെന്ന് വരില്ല. ചോറ് തേട്ടാ എന്തു 2 കലം നിറച്ചു വന്നു കേട്ടോ. ഒരു തരി ഉപ്പിട്ടോളം പറയാം ഞാൻ. നമ്മളിവിടെ ഉപ്പിട്ടിട്ടുള്ള ടേസ്റ്റില്ലായ കാരണം ഒരു ഇതായി വന്നുണ്ട് കേട്ടോ. നമ്മുടെ കുരുമുളക് പൊടി ഉണ്ടല്ലോ, അത് ഇത്തിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിരിക്കാവില്ല. ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഒരുപോലെയാണ്. സത്യം പറയാലോ, ഒരു കാര്യം ഞാൻ മറന്നുപോയിട്ടാ. നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ എപ്പോഴും മറക്കണ ഒരു കാര്യമാണ്. തക്കാളി നമുക്ക് സൈഡിലിട്ടൊന്ന് വഴറ്റാന്ന് എന്താ പറയുക. അല്ലെങ്കിൽ തക്കാളിയൊക്കെ നന്നാക്കി വെച്ചു ഇടാങ്ങോട്ട് മറക്കുന്നു. ബുദ്ധിയില്ലായ്മ ഇങ്ങനെ ഞാൻ അങ്ങോട്ട് മാറ്റിയെടുത്തു കേട്ടാ. ബുദ്ധിയില്ലായ്മ അല്ല, മറവി. ഞാൻ ഈ നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്തു. അച്ഛനത് ഏതിൽ കൊണ്ടുപോകും എന്നുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഇതേനാ തന്നെ. അപ്പോൾ ഉരുളക്കിഴങ്ങും കൂടി നമ്മൾ അതിൽ മിക്സ് ചെയ്തു കേട്ടോ. ഏതാണ്ട് ഉരുളക്കിഴങ്ങ് വേണ നേരം കൊണ്ട് തന്നെ ഈ ചിക്കനും വേവി. അരി ഇങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നേരമൊക്കെ വെളുത്ത് നല്ല ഇതായിട്ട് അച്ഛൻ്റെ പണിക്ക് പോകാനായിട്ടുള്ള ഇതിലാണ് അതൊന്നും. അപ്പോൾ 2 പാത്രങ്ങളിലായിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അച്ഛൻ മുമ്പ് ഒരു ട്രിപ്പ് കൊണ്ട്, മോൻ മുമ്പ് ഒരു ട്രിപ്പ് കൊണ്ടു. അപ്പം ഞാൻ മോര് കൂട്ടാനും ഇതിലാക്കി നമ്മൾ ചെയ്ത് വെച്ചിട്ട് അതിൽ നിറച്ചുണ്ടാവില്ലേ ചേട്ടാ ചോറ്. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ കിടന്ന് തിളക്കുകയാണ്. കുറച്ച് തീ കൂട്ടിയിടാം. അപ്പം അതിൻ്റെ ഡ്രൈ ആയി. നല്ല ചെറുതാക്കി വെട്ടി തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായി ചെറുതാക്കി വെട്ടിക്കോളുന്നു. മുഴുന്ന് കാണുമ്പോഴേ നമുക്ക് ദേഷ്യം വരും തിന്നുമ്പോൾ. ചെറുതായി കാണുമ്പോൾ മാംസത്തിലൊക്കെ നല്ലോണം പിടിച്ച് നല്ലതായിട്ട് വരും. അത് കാരണം ക്രാവ് നല്ല ചെറുതായിട്ട് കിട്ടി തന്നു. ഇങ്ങനെ ചെറുതാക്കി വെട്ടിയത് കാണുമ്പോൾ നമുക്ക് നാടൻ്റെ ഓർമ്മ, നാടൻ കോഴിയാന്ന് തോന്നും. അത് നമ്മൾ അച്ഛൻ പോണ വണ്ടിയിലേക്കുള്ളത് ഒരു സെറ്റ് റെഡിയാക്കി. കണ്ടാ മീനുകൾ കണ്ടാ
നിറച്ച് മീനുകളാ കണ്ട. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണിച്ചു തരുന്നില്ല നിങ്ങൾക്ക് മീനുകളാ. അച്ഛൻ്റെ പണിയാണേ സ്ഥിരം. 2 എണ്ണത്തിനും 2 സൈസ് തീറ്റ കൊടുക്കും അച്ഛൻ. അച്ഛൻ അവിടെ ചെന്ന് നിൽക്കുമ്പോഴേക്കും അവർക്കറിയാം തീറ്റ കൊണ്ടുവന്നിട്ടുണ്ടേ, ഞങ്ങളുടെ അച്ഛൻ വന്നിട്ടുണ്ടേ എന്ന് പറയും അവർ. അവിടെ എത്തിയിട്ട് ഒന്ന് വിളിച്ചോളോ കേട്ടാ. ആ അപ്പം ഇവിടെ ചിക്കൻ അങ്ങനെ അതെ റെഡി ആയിട്ടാ. ഡ്രൈ ഇത്രയ്ക്കായാൽ മതി. അപ്പോഴേ ചിക്കനൊക്കെ ഞാൻ അങ്ങനെ ഇറക്കി വെച്ചു. അപ്പം അടുത്തത് നമ്മുടെ ഇതാ അച്ചാറ്. മുഴുവൻ മുളക് ഒന്നാണ്ട് പൊട്ടിച്ചിടാം. പച്ചമുളക് ഇഞ്ചി കുറച്ച് അച്ചാറ് പൊടി ഇട്ടാ. ഇത് നമ്മുടെ കായ ഞാനേ പൊടിച്ചതാ, നമ്മുടെ പട്ടക്കായ. കായത്തിൻ്റെ പൊടി കഴിഞ്ഞ കാരണം ബുദ്ധിമുട്ടാണ്. പൊടിയൊക്കെ ഉണ്ടായാൽ നമുക്ക് നല്ല സുഖമാണ്. ചടപടാ ചെയ്യാം. കുറച്ച് മുളകും പൊടി. മാങ്ങ ഇത്തിരി കുറവാണ്, 2 മാങ്ങ പഴുത്തില്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് ചവറോടെ ആക്കാം അച്ചാറ്. കട്ടയൊക്കെ എടുക്കുന്നില്ല ഞാൻ. നമുക്ക് ലേശം മാങ്ങ ഒരു ഇത്തിരി പഴുപ്പുള്ളതാണ്, അത് ഇത്തിരി വിനാഗിരി ഒഴിച്ച് കൊടുക്കാം, വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇത് ഇന്ന് തന്നെ എടുത്ത് കഴിയുന്ന അച്ചാറാണ് കേട്ടോ, അതാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ഉപ്പ് കഴുകാനായിട്ട് തന്നെ ഇതുമലായ കാരണേ കണ്ട കരിയുടെ കള്ളിയാണ്. അപ്പം അതൊക്കെ തേച്ച് വെച്ചിട്ട് അവൾക്കും പെട്ടെന്ന് പാർക്കാർ അവിടേക്ക് എത്തണ്ടേ. സിജിമോൻ കുളിക്കാൻ കയറിയിട്ടുണ്ട്. കുറുതായി വന്നിട്ടുണ്ട്, നല്ലോണം കുറുതായിട്ടില്ല. ചാറ് വേണ്ട നമുക്ക്, വേണ്ട. മാങ്ങ ഒരു ഇത്തിരി നല്ല ചെനപ്പായ മാങ്ങയാണ്. ചോപ്പറിൽ അടിച്ചു നോക്കുന്നുണ്ടാ. അതെനിക്ക് ഇത്തിരി ഇഷ്ടമില്ലാത്തതാണ്. പക്ഷെ നിങ്ങൾക്ക് ആ തിരക്ക് കാരണേ ഞാൻ മോളോട് പറഞ്ഞു ചോപ്പറിൽ അടിച്ചോന്നു. ചോപ്പറിൽ അടിക്കുമ്പോൾ ഇത്തിരി ചെനച്ച കൂടി മാങ്ങയാവുമ്പോഴേ ഒന്നൊരു കുഴയും. അച്ചാറ് തികയാവോ? അപ്പം അങ്ങനെ നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടാ. പാത്രമൊക്കെ കഴുകി വയ്ക്കുന്നുണ്ട് കേട്ടോ. ആൾക്കും പോരണ്ടേ, ആൾക്കും ബേക്കറിയിലേക്ക് വരണം. അപ്പോൾ അച്ചാറിൻ്റെ പരിപാടിയാണ് കഴിഞ്ഞു. ഇനി പപ്പടം കൂടിയും കാച്ചിയ നമ്മുടെ വാർക്കയുടെ സദ്യ അങ്ങനെ ഒരുങ്ങിന്ന് വേണമെങ്കിൽ പറയാം. ആക്കിക്കോ. അപ്പോൾ മൂള പാത്രത്തിലേക്ക് ഇതിൽ ചൂടാറിയില്ലേ. മുമ്പക്കാണെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രം മാത്രം അടപ്പുള്ളതില്ല. അപ്പോൾ നമ്മളത് പ്ലാസ്റ്റിക്കിൻ്റെ ആക്കണം നല്ലതല്ല എന്നൊക്കെ നിങ്ങളിനി പറയും. പക്ഷെ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. അവിടെയൊക്കെ ചെക്കാണ്ട് കൊണ്ടുപോകേണ്ട കാരണേ ഇത്തിരി അടപ്പുള്ളതിലൊക്കെ കൊണ്ടുപോകണ്ടേ. അത് കാരണമാണ് നമ്മൾ അതിലാക്കണത് കേട്ടോ. ഇനി ഇതേ പപ്പടം കൂടി കാച്ചി നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അച്ചാറും സാധനങ്ങളൊക്കെ ഇതേ അവിടെ കവർ ഇതിലാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത ട്രിപ്പ് പോവാനുള്ളത്. അവിടെ കാച്ചി ഞാൻ ആ പേപ്പറിൽ വെച്ച് നോക്കാട്ടോ. എല്ലാവരും ഒന്ന് ഇതായിട്ട് നമുക്ക് നമ്മുടെ കവറിലേക്ക് ആക്കാം. പപ്പടം പാക്ക് ചെയ്ത് കേട്ടോ. പപ്പടം അത്രയ്ക്ക് നല്ല പപ്പടം ഇവിടെ. അത് കാരണം തൊടാൻ പറ്റില്ലേ. തൊട്ടുമ്പോഴേക്കും ഇങ്ങനെ അത് തകരും. ഒരെണ്ണത്തിലാക്കാൻ പറ്റുമെങ്കിൽ ഒരെണ്ണത്തിലാക്കാം. ഒരെണ്ണത്തിലല്ല, ഏറ്റവും ചെറുതിൽ വേണമെങ്കിൽ ആക്കാം. പക്ഷേ പൊട്ടാൻ പാടില്ലല്ലോ. പപ്പടത്തിൻ്റെ പരിപാടിയും കഴിഞ്ഞു. അപ്പോഴേ ഇവിടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ബാക്കിയുള്ളതൊക്കെ മോള് ചെയ്ത് പോകും.
അപ്പോൾ ഞാൻ കുറേയൊക്കെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു, പാത്രം കഴുകലും അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ അതൊക്കെ ചെയ്തു. ഞാനിനി ഒന്ന് ഫ്രഷായിട്ട് ഞാൻ കടയിലേക്ക് പോട്ടെ. കടയിലും നിന്ന് തിരക്കുള്ള ദിവസമാണേ. അപ്പോൾ വൈകുമ്പോൾ അവർ വിചാരിക്കും ഇനി അമ്മ വലിയാവുമെന്ന്, വരുന്നറിയാം അവർക്ക്. അപ്പോൾ ഞാൻ ഈ അടുത്തത് അവിടെ ചെന്നിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ടൊന്ന് വേണം എനിക്ക് വാർത്തയുടെ നിങ്ങളൊന്ന് കാണിച്ചു തരണ്ടേ, വാർത്തത് ഒന്ന് പിടിച്ച് കാണിച്ചു തരണ്ടേ. ഇതിൻ്റെ അവസാനത്തിൽ അതൊന്ന് കാണിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാം നല്ലതായിട്ട് നടക്കട്ടെ എന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക. നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ കാര്യങ്ങളും ഇപ്പോൾ മാളിൻ്റെ വീട് പണിയുന്ന സമയത്ത് തന്നെ ഒരുപാട് കുട്ടികളുടെ വീടുകൾ പണിയുണ്ടായിരുന്നു ആൾക്കാരുടെ. അപ്പോൾ കുട്ടികളൊക്കെ വിളിച്ച് പറയും, അയ്യോ ഞങ്ങളുടെ വീടും അതേപോലെ തന്നെ പണിയാണ് കേട്ടോ, ആ ശ്രീയുടെ വീടിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളുടെ കുറ്റിയടിച്ചത് അല്ലെങ്കിൽ ഞങ്ങളുടെ തറക്കല്ലിട്ടത് ആ മാസത്തിൽ തന്നെയാണ് ചെയ്തത്. ഇന്നാളൊരു കുട്ടി വന്നിട്ട് പറഞ്ഞു, ആ ശ്രീയുടെ വീടിൻ്റെ ഒപ്പം പണിത് തുടങ്ങിയത് അമ്മ വീട്. പക്ഷെ ആ സമയത്ത് ഞങ്ങൾക്ക് അവരുടെ കുറ്റൂശ വന്നപ്പോൾ ഞങ്ങളുടെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിത് ഇപ്പോഴാണ് കഴിഞ്ഞ മാസത്തിലാണ് ഇന്ന് അവരുടെ പണി കഴിഞ്ഞത്. ശ്രീയുടെ ഒരു കൊല്ലം 1.5 കൊല്ലം കണ്ട് അതിൽ താമസിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴാണ് അവർക്ക് അത് കയറി താമസിക്കാൻ പറ്റുന്നത്. പല കാരണങ്ങളുണ്ടാവുമല്ലോ, പൈസയുടെ ഉണ്ടാവും, പണിക്കാരുടെ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും എല്ലാ കാര്യത്തിനും വേണ്ടി അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഞാനിപ്പോൾ എവിടെ ചെന്ന് അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയായാലും ഞാൻ വിചാരിക്കുക ദൈവമേ കൃഷ്ണ ഗുരുവായൂർ. അപ്പോൾ എല്ലാവർക്കും വിഷമങ്ങളില്ലാത്ത ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക. എനിക്ക് വല്ല വിഷമങ്ങളുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ കിടന്നിങ്ങനെ ഒരു പൊരിച്ചലാണ്. അപ്പോൾ അത് തന്നെയല്ല എല്ലാവരുടെ ഫീലിങ്സും അത് തന്നെയല്ല. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ വീട് പണിയും കഴിയാൻ വേണ്ടിയിട്ട് എല്ലാവരും നന്നായി ദൈവത്തിനോട് പറയുക. അപ്പോൾ ഇനി ഞാൻ കടയിൽ വെച്ചിട്ട് കാണാം കേട്ടോ. ഇനി ഇവിടുന്ന് കപ്പേട വരെ അച്ഛൻ്റെ കൂടെയാണ് പോവാറെന്ന്. ഇനി ഇവിടുന്ന് ഞാൻ നടന്നു പോകും. സുജിമോളുടെ കൂടെ പോകും. ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ കൊണ്ട് അവർ പോകും. അപ്പോൾ ഇനി കടയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ കടയിലേക്ക് എത്തിയിട്ടാണ്. കടയിലത്തെ ചോറൊക്കെ വെക്കാനായിട്ട് വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ട് തുടങ്ങുകയാണ്. ഡ്രസ്സൊക്കെ ഞാനൊരു ഷോളൊക്കെ എടുത്ത് ഇട്ടു. അപ്പോൾ ഞാൻ കടയിലത്തെ ഒന്നും കാണിക്കണില്ല ഇന്ന്. കാരണം എന്താ വെച്ചാൽ എനിക്ക് നേരമില്ല. പടപടാന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വാർക്കയിൽ അവിടേക്ക് ഒന്ന് എത്താനായിട്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് കാണാം നമുക്ക്. ഞാൻ വേഗം പണി പിടിച്ചിട്ട് ബില്ല് പിടിക്കാണ്ടേ. അപ്പോൾ തീ കത്തിച്ചിട്ട് വരിയിട്ടിട്ട് വേണം ബില്ല് പിടിക്കാൻ പോകും. അപ്പോൾ അതൊന്നും കാണിക്കാം. ഇപ്പോൾ സൗകര്യപ്പെടില്ല. നാളെ നമുക്ക് കടയിലത്തെ കണ്ടി വരും. കാലത്തേക്ക് ബീഫൂട്ട് പെരിച്ചു അച്ചാറുണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് അയില വാങ്ങിച്ചു. ഒരു ഇടത്തരം അയില നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ബൈജുൻ്റെ അയില വാങ്ങിച്ച മാതൃഭൂമിയുടെ അവിടെ ബൈജു മീമിക്ക്. അപ്പോൾ വിളിച്ച് പറഞ്ഞാൽ അവൻ കൊണ്ടുവന്നു. അപ്പോൾ അത് വെച്ചു. അപ്പോൾ ഞാനത് കുറച്ച് വറുത്ത് കുറച്ച് കറി വെച്ചു. അപ്പോൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും എന്നെ കാണാനായിട്ടൊരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം വന്നിട്ടുള്ളതാണ്. മാളൂൻ്റെ അടുത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. മാളൂൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തീരെ വയ്യ അതിന് പാവം. അത് എന്നിട്ട് എനിക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനത് വീട്ടിലേക്ക് വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇഷ്കൈനീട്ടൊക്കെ തന്നിട്ടുണ്ട്. ഒക്കെ പോയി ഒരുപാട് എന്നെ ഇഷ്ടം. അനിയും മോളെയും ഭാഗ്യനൊക്കെ ജീവൻ എല്ലാവരെയും സിജുമോനെയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നോട് പറയണേ അമ്മ അങ്ങനെ അമ്മ നല്ല ജയാന്ന് വിളിക്കാമോ. അപ്പോൾ മോളിങ്ങനെയൊക്കെ ഓരോരുത്തരെ സ്നേഹിക്കും, ഭക്ഷണം കാലാക്കി കൊടുത്തും അവരെ ശാസിച്ചും സ്നേഹിച്ചും ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ചില നേരത്തെ അസൂയ തോന്നും. എനിക്കാരുമില്ലേ, എനിക്കെന്ന് പറഞ്ഞാൽ ആൾക്കാർ അങ്ങനെ മക്കളൊക്കെ പുറത്തൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ ഗൾഫിലൊക്കെയാണ്. പലപ്പോൾ തീരെ വയ്യ അവരുടെ അടുത്തേക്കൊന്ന് പോകാനായിട്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കഴിക്കുന്നത്, പുറത്തുനിന്ന് കൊണ്ടുവച്ച് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഗിഫ്റ്റും കൊണ്ട്. അപ്പോൾ ഈ ഗിഫ്റ്റ് കുറേ നാളായിത്ര വാങ്ങിച്ച് വെച്ചിട്ട് അപ്പോൾ അത് തരാൻ വേണ്ടി തന്നതാണ്. ഇപ്പോൾ തീരെ വയ്യാണ്ടായി നാൾക്ക്. കിഡ്നിക്ക് 3 ദിവസം പ്രവർത്തനരഹിതമായി ഐസിയുലൊക്കെ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ പറഞ്ഞു. അങ്ങനെ നമുക്കാണെങ്കിൽ എനിക്ക് അങ്ങനെയൊന്നും തോന്നാറില്ല കേട്ടോ. അപ്പോൾ ആൾ പറഞ്ഞു ഭാഗ്യനെ കിട്ടിയ കാരണം ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ടായി ജയ, ഇതെല്ലാം എത്രയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ശരി തന്നെ. അപ്പോൾ ഞാൻ സമ്മതിച്ചു കൊടുക്കുന്ന കാര്യം ഒരുപാട് തവണ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴെപ്പോഴും പറഞ്ഞാൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചെയ്തു. അപ്പോൾ ഞാനീ നാളികേരപ്പാട് ഈ പറ്റിയിട്ടുണ്ട് ഇവിടെയൊക്കെ കാണുന്നുണ്ട്. അത് നമുക്ക് ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല.
ഇത് ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല. കുരുക്കൾ പോലെ വരിക, വലിയ വലിയ കുരുക്കൾ പോലെ വയറിൻ്റെ അവിടെയൊക്കെ നിറയെ നെഞ്ചിലും. അപ്പം ഞാൻ തേങ്ങാപ്പാൽ ഇത്തിരി പിഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ പരട്ടി ഇപ്പോൾ പുറത്തേക്ക് ഇനി സുജമോളുടെ ഈ വാർക്കയുടെ അവിടെ പോകുമ്പോഴേക്കും ഒന്ന് കഴുകി കളയാൻ വെച്ചിട്ടേ മീനടപ്പത്ത് കിടക്കുന്നുണ്ട്. അതാണ് അങ്ങോട്ട് നോക്കണം ഇടയ്ക്കിടയ്ക്ക്. അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് ചേച്ചി മീനെ ചേച്ചി വന്ന് ഇങ്ങനെ ഗിഫ്റ്റ് കൊണ്ടുവന്നപ്പോൾ എനിക്ക് എന്തോ എൻ്റെ അമ്മ പോയതിന് ശേഷം, എന്നെ ഈ ലോകത്തുനിന്ന് പോയതിന് ശേഷം അങ്ങനെ മക്കളൊക്കെ തരാറുണ്ട്. എന്നാലും ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരാളെനിക്ക് തന്നത് ഇന്നാണ് കേട്ടാ. ആ സ്ഥാനം അത്രയും എനിക്കങ്ങനെ തോന്നിപ്പോയി. നല്ല സങ്കടമായി. ഒരുപാട് ഉമ്മൊക്കെ വെച്ചിട്ടാണ് പോയത്. നടക്കാനൊന്നും വയ്യ. കാറിൽ ഞാൻ പിടിച്ച് കയറ്റിയിട്ടാണ് വിട്ടത്. വിചാരിച്ചെന്തിന് അതേ ഇത്രയും ഇതിൽ അത്രയും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് മീൻ വറുത്തതും ഒക്കെ കാണിച്ചല്ലേ, ഇതൊക്കെ കറി വെച്ചത് പറഞ്ഞാൽ പോരല്ലോ, കാണിച്ചല്ലേ. ബീറ്റ്റൂട്ട് കേട്ടാ. പിന്നെ അച്ചാർ എടുത്ത് കഴിച്ച് തുടങ്ങിയവരൊക്കെ. പിന്നെ മീൻ്റെ വറുത്തിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക ഞാൻ കണ്ട. പിന്നെ മീൻകറിയിലൊരു മിളകാണ് ഇട്ടാ കിടക്കുന്നത്, പച്ചമുളക് പഴുത്തിട്ടേ അതിൻ്റെ കളറാണ്. ഞാനും വിചാരിച്ചത് എന്തിട്ടത് കിടക്കണാവോ, ഞാൻ അടുപ്പത്ത് വെച്ച് പോയ മീനിലെന്താ വീണേന്ന് വിചാരിച്ചു ഞാൻ. കണ്ട ഇവിടെ നോട്ട് നോക്കി നോക്കി കണ്ട ഒക്കെ ചാക്കുകളൊക്കെ ഒരു പണി കഴിഞ്ഞിട്ടില്ലേ. ഒന്നാമത്തേൽ ആൾക്കാരുടെ കുറവുണ്ട്, പിന്നെ ഇത്തിരി തിരക്കുമല്ലേ. അപ്പം എല്ലാവർക്കും എടുത്തിട്ട് അങ്ങോട്ട് കഴിയണില്ലേ ശരിക്കും. അപ്പം അടിക്കലും പിന്നെ ഈ ചൂടും അതിൻ്റെയൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. എന്നാലും കുട്ടികളെല്ലാവരും നന്നായി ഹാർഡ് വർക്ക് ചെയ്യാട്ടാ. അപ്പുറത്ത് ഇനി മുകളിലല്ല ഇവിടെ തട്ടുകളൊക്കെ മുകളിലാണ്. ഒക്കെ ഞാൻ നാളെ കാണിച്ചു തരാട്ടാ, തട്ടുകളൊക്കെ അടക്കിയിട്ടുള്ളതൊക്കെ. അങ്ങനെ നമ്മുടെ വീട് പണിയ സ്ഥലത്ത് നമ്മൾ എത്തി. അപ്പോഴേക്കും ഇതേ പണികളൊക്കെ കഴിഞ്ഞു. പണികളൊക്കെ കാണിച്ചു കൊടുത്ത് അതൊക്കെ കഴുകി ക്ലീനാക്കിയവര്. പിന്നെ എല്ലാവരും കൈയും കാലൊക്കെ കഴുകി ഭക്ഷണം കഴിക്കാനുള്ള ഇതിലാണ് നിൽക്കാണ്. അപ്പോൾ അതേ ശബ്ദവും കാണിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് കയറാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് ബാക്കിൽ കൂടെ ഒന്ന് പോയി നോക്കാം കയറാൻ പറ്റുമെന്ന്. അപ്പോഴേ നമ്മള് ബിജുവേട്ടൻ ഉണ്ട് നമ്മുടെ കൂടെ. അപ്പൊ ആള് പറയുന്നത്, ഞാൻ പറഞ്ഞേ നല്ല ഡ്രസ്സിലിട്ടില്ല അല്ലാന്ന് കാണുന്നത്, നല്ല ഡ്രസ്സല്ല അത് കാരണം എന്നെ കാണിക്കണ്ടാന്ന്. ഞാൻ പറയാം എഞ്ചിനീയർമാർ അപൂർവം അങ്ങനെ ഉണ്ടാവുള്ളൂ, എല്ലാവരും നല്ല ഡ്രസ്സിൽ വന്ന് നിക്കള് മാത്രമാണ്. ഇതപ്പോൾ ബിജുവേട്ടൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പണിക്കാരില്ലെങ്കിൽ ഇറങ്ങി പണിയണം. അപ്പോൾ പിന്നെ നല്ല ഡ്രസ്സ് ഇട്ട് വന്നിട്ട് കാര്യമില്ലോന്ന്. അപ്പം അങ്ങനെയാണ് പറയണത് നമ്മുടെ എഞ്ചിനീയർ. അപ്പം നമുക്ക് ഇവിടെ നിറയെ വീണാലും മുട്ടുമ പിടിക്കരുതെന്ന് പറഞ്ഞു നോക്കണ ആള്. വീണോ കുഴപ്പമില്ല, മുട്ടുമ പിടിക്കണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പതുക്കെ അങ്ങോട്ട് മുങ്ങോട്ട് ഇങ്ങനെ കിടക്കാണ് നമ്മള്. അപ്പോൾ രണ്ടാമത്തെ ഇവിടം വരെ ഈ കാണുന്ന ഇതുവരെ നമ്മൾ വാർത്ത് നിർത്തിയതാ. ഇവിടെ നിന്ന് ഇങ്ങടാണ് നമ്മൾ ഇപ്പോൾ മുകളിലേക്കുള്ളത് വാർത്തത്. പിന്നെ നമ്മുടെ മെയിൻ വാർക്ക കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ, ഒന്നും കാണാനില്ല കേട്ടാ. ഞാൻ കാണുന്നുണ്ടാവും എന്നൊരു പ്രതീക്ഷയിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി എല്ലാം പോവാണ് കേട്ടാ, വാർത്ത കഴിഞ്ഞു. അപ്പോൾ മറ്റേ വണ്ടിയും ഈ വണ്ടി ലോക്ക് ചെയ്തു കേട്ടാ. ഈ വണ്ടിക്ക് ചക്രം മാത്രമേ ഉള്ളൂ. പോകും ഇനി അടുത്ത വാർത്തയ്ക്ക്. ആ ശരി ശരി. അപ്പം അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഇപ്പം എത്തിയിട്ടുള്ളൂ, 9 മണിയായിട്ടാ. കാലത്ത് 4 മണിക്ക് തുടങ്ങിയതാണ് എൻ്റെ വർക്ക്. 9 മണിയായപ്പോഴും അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ മിക്ക ദിവസങ്ങളിലും ഇത്രയ്ക്കധികം ഉണ്ടാവില്ലെങ്കിലും നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾ തന്നെയാണ് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു പ്രസന്റ് കൊണ്ടുവന്നിട്ട്, അത് ഞാൻ ഇവരും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്നിട്ടാണ്. 2 പൊതിയിലായിട്ടാണ് കൊണ്ടുവന്നത്. ഒരെണ്ണം സ്ത്രീക്കുള്ളതാണ്, ഒരെണ്ണം ജയ എടുത്തു കൊണ്ട കൊണ്ടുവന്നു. ഇത് ഞാനത് നോക്കി, രണ്ടും ഒരുപോലെ തന്നെ ആവാൻ വഴിയില്ലേ. വിളക്കാണ്, ഇതിന് വിളക്കുന്നല്ലോ പറയണ്ടീന്, എന്താ പറയുന്നേ,
കൊടി വിളക്കുന്ന അങ്ങനെ എന്തോ ഇത് പറയൂലേ ആളെന്നും നമ്മള് ഇതിൽ തിരി വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാണ്. എൻ്റെ കയ്യൊന്നും അത്ര വലിയ വെടുപ്പില്ല കേട്ടാ. ഞാൻ പച്ചക്കറിയിൽ കിടന്ന് മറയായിരുന്നു. ഇതാണ് കേട്ടോ കൊണ്ടുവന്നത്. പിന്നെ ഇതൊരു കവറും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. ഒരു കവറിൽ ഉണ്ട്, അതിൽ ഫിഷ് കഴിഞ്ഞിട്ടാട്ടാ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിനെ പറ്റിയ വിവരണമൊക്കെ കാലത്ത് ഞാൻ അവിടെ വെച്ച് പറഞ്ഞില്ലേ, വലിയ ഹാപ്പി ആയി എന്നൊക്കെ. പോരെണ്ണം മോളും കൊടുക്കണത് തന്നിട്ടുണ്ട്. എനിക്ക് ചേച്ചിക്ക് ഉമ്മാട്ടാ എല്ലാ വീഡിയോകളും കാണുന്ന ആളാ. അങ്ങനെ അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാന്നൊക്കെ വിചാരിച്ചു ആളേ. അപ്പൊ ചിലവർക്ക് അത് ഇഷ്ടമുണ്ടാവില്ലല്ലോ. പിന്നെ എന്നെ കാണിക്കാനൊന്നും പറഞ്ഞൊന്നുമില്ല. അല്ലെങ്കിൽ ആള് ഒക്കെ തുറന്ന് സംസാരിക്കുന്ന ആളാ. അപ്പൊ ജയയുടെ വീഡിയോയിലൊന്നും എനിക്ക് നിൽക്കണം അങ്ങനെ പറയുകയാണെങ്കിൽ അപ്പൊ തന്നെ ഞാൻ എടുത്തേനെ. ഞാൻ പിന്നെ ചോദിച്ചങ്ങനെ ഇതാക്കിയില്ല. പിന്നീട് ഒരു അവസരത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റി ഞങ്ങളെ കാണിച്ചു തരാം. കുറെ ആൾക്കാരുണ്ട് കേട്ടാ അമ്മയുടെ വീഡിയോയിൽ നിൽക്കണം എനിക്കൊന്ന്. ഞങ്ങൾ ആൾക്കാരൊന്ന് കാണട്ടെ, എല്ലാവരും ഞങ്ങളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് വൈറലാവട്ടെ എന്നൊക്കെ പറഞ്ഞു വന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വേഗം എടുക്കും. അല്ലാത്തവരെ പിന്നെ എനിക്ക് ചില സാഹചര്യങ്ങളിലൊന്നും എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യം ആയിരിക്കില്ല. ഞാൻ വേർത്ത് കുളിച്ചോട്ടിട്ടൊക്കെ നിൽക്കണം. അമ്മയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം, സെൽഫി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോഴായാലും വേണമെന്ന് പറയാനും പറ്റില്ല. ഞാനാണെങ്കിൽ ആകെ ഇതാ അവിടുത്തെ ഒരു പണിക്കാരത്തി. അത് ഇന്ന് വന്ന ചേച്ചി പറയുന്നോട്, ജയ ഇവിടെ പണി ചെയ്യുന്ന ഒരാളുടെ പോലെ തോന്നുള്ളൂ, അല്ലാണ്ട് ഇപ്പൊ ഭാഗ്യന്റെ അമ്മയൊന്നും തോന്നില്ല എന്ന് പറയും. ഞാൻ പറയും എനിക്ക് അങ്ങനെ ആവണത് ഇഷ്ടമില്ല, എനിക്ക് ഇവരിലൊരാളാവണതാണ് എനിക്കിഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് ഒരു ചെറിയ മഴ എനിക്ക് ഒരു സാധ്യത ഉണ്ടായി. വാർക്കയ്ക്ക് ഈ നേരത്ത് വാർക്ക കഴിഞ്ഞിട്ട് ഈ നേരത്ത് ഒരു മഴ പെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരുന്നു. അപ്പം അച്ഛൻ അവിടെ പോയപ്പോൾ ചെറുതായിട്ട് ചാറി എന്ന് പറഞ്ഞു വല്ലൂർക്കൊക്കെ. പിന്നെ വല്ലൂരാണെങ്കിൽ മോളൂന് നല്ല വാഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് വെള്ളത്തിൻ്റെ ഇത്തിരി ക്ഷാമമൊക്കെ വന്നു. അങ്ങനെ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ട്. അപ്പോൾ മഴ എവിടെയും തൊടാണ്ട് അങ്ങോട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് തൂളി ഒന്ന് പോയി. അപ്പൊ അത്രയൊക്കെയാണ് ഇന്നത്തെ ഈ വിശേഷം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നതായിരിക്കും. ടാറ്റാ ബൈ. ഞാൻ കുളിച്ചിട്ട് കിടന്നുറങ്ങും ഭക്ഷണം കഴിച്ചിട്ട്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം. പിന്നെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവില്ല. ഇന്ന് ഞാൻ എന്ത് ചെയ്തു അങ്ങനെ ആലോചിക്കുമ്പോൾ ചില സന്തോഷങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട്. വൈകുന്നേരം ഉറങ്ങാൻ നേരത്ത് അതൊക്കെ കിടന്ന് ആലോചിച്ച് അങ്ങനെ കിടന്ന് ഉറങ്ങാൻ ഒരു സുഖമാണ്. ടാറ്റാ.